ഒരു തെറ്റും ചെയ്യാതെയായിരിക്കും നമ്മൾ ഈ സഹനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നു. ആ നിമിഷങ്ങളിൽ യേശുവിനെ പോലെ നിശബ്ദമായി അതിനേറ്റെടുത്ത് ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. കൂടെ ആരുണ്ടാകില്ല, നിന്നെ മനസ്സിലാകുന്ന കർത്താവ് നിനക്ക് കൂടെയുണ്ട്. നിന്നെ മനസ്സിലാകുന്ന കർത്താവ് നിനക്ക് കൂടെയാണ്. കാരണം അവൻ ഇതൊക്കെ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ആ കുരിശിലേക്ക് തന്നെ നോക്കാൻ എനിക്ക് മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. ചുറ്റും കൂടിയിരിക്കുന്നവരൊക്കെ, നമ്മൾ സ്നേഹിതന്മാരെന്ന് കരുതിയവര്, അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ പരിഹസിക്കാൻ തുടങ്ങും. നമ്മളോട് ഒരു വാക്കുപോലും ചോദിക്കില്ല എന്താ പറ്റിയെന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നോ. കുഴപ്പമില്ലട്ടോ, ശാന്തമാകാനോ ഒന്നും പറയില്ല. അവര് പരിഹസിക്കാനോ മാറുന്ന പരിഹസിക്കാനോ ഉണ്ടാകുള്ള ആൾക്കാർ. അതങ്ങനെയാ ജനക്കൂട്ടവും, അതുപോലെ സമൂഹം അങ്ങനെയാ. ആ സമയത്ത് തളർന്നു പോകരുത്. യേശുവിന്റെ ആ മനസാന്നിധ്യം എടുക്കാൻ പ്രാർത്ഥിക്കാം. കൂടെ കർത്താവും ഉണ്ടാകും.